ഹരിക്കുട്ട ഹരിക്കുട്ട എന്നാടി? ഇവിടെയൊന്നും ആരുമില്ല ഹരിക്കുട്ട, ഒരു ഉമ്മ തരുവോ? വണ്ടി ഒന്ന് ചെറുതായി മുന്നോട്ടെടുത്തതും റോഷ്നി ഹരിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഹരി വണ്ടി നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. മുഖം ഒരൽപ്പം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അവനൊരു ഉമ്മ കൊടുത്തു. മതിയോ? ഹരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ റോഷ്നി മതിന്ന് തലയാട്ടി കാണിച്ചു. ഹരി ഒരു ചീറ്റിയുടെ വണ്ടി മുന്നോട്ടെടുത്തു. റോഷ്നി അവൻ്റെ തോളിൽ മുഖം അമർത്തിയിരുന്നു. പിന്നെ പോയത് മിഠായി തെരുവിലേക്കാണ്. അവിടെ കുറച്ച് സമയം കറങ്ങി തിരിഞ്ഞ് ഓരോന്നും കഴിച്ച ശേഷം നേരെ ബീച്ചിലേക്ക് പോയി. അപ്പോഴേക്കും സൂര്യനൊക്കെ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഹരി ഷൂ അഴിച്ചു വെച്ച പാൻറ് കയറ്റി വെച്ച റോഷ്നിയുടെ കൈയും പിടിച്ചുകൊണ്ട് അതിലൂടെ നടന്നു. മൊത്തത്തിൽ ഇരുട്ടായി തുടങ്ങിയപ്പോൾ നടത്തം നിർത്തി രണ്ടുപേരും അവിടെ ഇരുന്നു. ഒരുപാട് ആളുകളില്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ മാറി വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, അതിലൂടെ നടക്കുന്നുണ്ട്, ഓരോന്നും കഴിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ചധികം മാറിയിട്ടാണ് അവർ ഇരുന്നത്. കാട്ടിലെ വെള്ളത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഹരി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. നിലാവിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ മുഖം തെളിമയോടെ അവൻ കണ്ടു. കയ്യിലുള്ള എന്തോ കഴിക്കുകയാണ്, അതിൽ മാത്രമാണ് ശ്രദ്ധ. ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് വയറെങ്ങാനും ചീത്തയാൽ സത്യമായിട്ടും നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്ത്? വായിലുള്ളത് ചുമച്ചുകൊണ്ടൊരു ചോദ്യം. അല്ല, അടി വാങ്ങിക്കും നീ. അത് പറയുമ്പോൾ ഹരി അവളുടെ കീഴ്ചുണ്ണൻ താഴെ പറ്റിപ്പിടിച്ച് എന്തോ ഒന്ന് തട്ടിക്കളഞ്ഞു. അവൻ്റെ വിരൽ അവിടെ നിന്നും അവളെ കീഴ്ചുണ്ണയും തൊടാൻ നിന്നതും അവൾ ആ കൈ തട്ടി മാറ്റി. പിന്നെ ഒന്ന് തല്ലി നോക്ക, തിരിച്ചും കിട്ടും. കണ്ണൊട്ടിക്കൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ അവളിലേക്ക് നിന്ന് നോട്ടം മാറ്റി ദൂരേക്ക് നോക്കി. റോഷ്നി അവളുടെ കയ്യിലുള്ളത് കഴിഞ്ഞതും അവൻ്റെ ചുമലിലേക്ക് മുഖം അമർത്തിയിരുന്നു. ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. കുഞ്ഞേ. തുറന്നു കിടക്കുന്ന ബട്ടണിടയിലൂടെ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളെ ചുണ്ടു പതിയുമ്പോൾ ഹരി വിളിച്ചു. റോഷ്നി അതിനൊന്ന് മൂടിക്കൊണ്ട് വീണ്ടും ഉമ്മ വെച്ചു. ഹരിക്ക് ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. ഇതുപോലെ ഉമ്മ വെക്കണം ഹരിക്കുട്ട, എനിക്ക് ഫീൽ ചെയ്യണം, അല്ലാതെ ഒന്ന് ചുണ്ടു തട്ടിച്ചു പോവല്ല ചെയ്യുക. അവൻ്റെ കൈകളിൽ ഇരുന്ന് അവൾ ഇറുകിയതും അവനൊന്ന് ഇക്ലിയായിട്ടാണെന്ന് തോന്നിയപ്പോൾ റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഹരി ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. നേരത്തെ തന്നത് ഫീലായില്ലേ എൻ്റെ കുഞ്ഞിപ്പണിന്? രണ്ട് കൈകൊണ്ടും അവളെ മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. റോഷ്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തല കുലുക്കി. ഫീലായി, പക്ഷേ ആ ഫീലല്ല വേണ്ടത്. ഞാൻ മതിയോ ചോദിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞിട്ടല്ലേ? സംസാരിക്കുമ്പോൾ അവളുടെ വായിലേക്ക് പറന്ന അവളുടെ മുടിയിഴകളെ അവൻ്റെ വിരൽ കൊണ്ട് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇതൊക്കെ കണ്ടറിഞ്ഞു തരണം. ഒരു വട്ടം ഞാൻ ചോദിച്ചില്ലേ, ഇനി ഞാൻ ചോദിക്കില്ല. എന്നാ തരുന്നില്ല. വാ എഴുന്നേൽക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച വീട്ടിൽ തന്നെ ഒത്തിരി സമയമാകും. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ നിനക്ക്? എനിക്ക് റോഷ്നിയിൽ നിന്നുമുള്ള പിടിവിട്ട് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ പറയുമ്പോൾ റോഷ്നി ഇരുന്നിടത്തുനിന്ന് മുഖമുയർത്തി ദയനീയമായി അവനെ നോക്കി. ഹരി അവളുടെ കൈ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. വാ. അവളെ തോളിലൂടെ കൈയിട്ട് അവരാ മണൽപ്പരപ്പിലൂടെ നടന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോൾ 10 കഴിഞ്ഞിട്ടുണ്ട്. ഇറങ്ങുന്നില്ലേ? കാർ നിർത്തിയതും റോഷ്നി ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കയറാതെ പോയത് ഒരു മര്യാദ കേടല്ലേ, കയറിയിട്ട് പോവാം. ഹരി പറഞ്ഞിട്ട് ഡോർ തുറന്നപ്പോൾ റോഷ്നിയും ഡോർ തുറന്നു. വാങ്ങിയ ഡ്രസ്സെല്ലാം പുറത്തേക്ക് എടുക്കുമ്പോൾ ഓരോരുത്തരെയും അകത്തുനിന്നും പുറത്തേക്ക് വന്നു. ശരിക്കും നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതാണോ? അവരുടെ കയ്യിൽ കവർ കണ്ടുകൊണ്ട് അവരെല്ലാവരും സംശയത്തിൽ നിന്നു. ഏയ്, എനിക്കും റോഷ്നിക്കും എടുത്തില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എടുത്തു. ഇഷ്ടമായാലും എടുത്തോളൂ. കയ്യിലുള്ള 2 കവർ ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. വേണ്ടിയിരുന്നില്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഹരി അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. വാ, അകത്തേക്ക് വാ, ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ലച്ചു ഹരിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, ഒന്നും വേണ്ട, കഴിച്ചിട്ട് ഇറങ്ങിയത്, ഇനി ഒന്നും പോവില്ല, തിരിച്ചു പോട്ടെ. ഹരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആരും പിന്നെ അവനെ നിർബന്ധിച്ചില്ല. എന്നാൽ ശരി, ഞാൻ പോട്ടെ അളിയാ. ശരി. റയൻഷിനെ നോക്കി പറഞ്ഞ ശേഷം ലച്ചുവിനെ നെറ്റിലൊരു ഉമ്മയും കൊടുത്ത് അവൻ തിരിഞ്ഞു. റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കാനേ പോയില്ല. ഒന്നാമത് ലച്ചുവിനിപ്പോൾ കൊടുത്ത പോലെ ഒരു ഉമ്മ അവൾക്കും വേണ്ടി വരും. പിന്നെ ആ മുഖത്ത് നോക്കി പോവട്ടെ എന്ന് പറയാൻ തോന്നിയില്ല. എനിക്ക് ഉമ്മ തന്നില്ല ഹരിക്കുട്ട. കാറിൽ കയറിയതിന് ശേഷം ഗ്ലാസിനുള്ളിലേക്ക് തലയിട്ടുകൊണ്ട് അവൾ പറയുമ്പോൾ ഹരി കുറച്ച് മാറി നിൽക്കുന്നവരെ നോക്കി. റിയൻഷും ചുത്തനും ലച്ചുവും അഞ്ചുവും നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. പരാതിയൊക്കെ പിന്നൊരു ദിവസം തീർത്തു തരാം, ഇപ്പം പോട്ടെ, സമയമില്ല. അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. റോഷ്നി അവൻ്റെ കൈ തട്ടി. ഇത്ര നേരം സമയം ഉണ്ടായിട്ട് തന്നില്ലല്ലോ, പോ. അതും പറഞ്ഞുകൊണ്ട് അവൾ കരിപ്പെട്ടപ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ഇതിനൊക്കെ ഓരോ സമയം കാലം കൊണ്ട് കുട്ടിയെ, അങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് തന്നാലൊന്നും ശരിയാവില്ല. അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഹരി പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഹരി ഉമ്മർത്ത് നിൽക്കുന്നവരെ നോക്കി കൈ വീശി. റിയൻഷിനെ നോക്കി
കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ്റെ കാർ അകന്നു പോകുന്നത് നോക്കി റോഷ്നി ആ മുറ്റത്ത് നിന്നും അവളറിയാതെ അവളുടെ കണ്ണും നിറഞ്ഞു. റയാൻഷ് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണമെന്ന് ഉറപ്പാണോ? റോഷ്നി ചോദിക്കുമ്പോൾ റയാൻഷ് തലകുലുക്കി. എന്നാ ആ 1 വർഷകാലം ഞങ്ങൾ ലീവിങ് ടുഗദർ ആയാലോ? റോഷ്നി പറയുന്ന കേട്ട് ലച്ചുവും അഞ്ചുവും വാ പൊളിച്ചു. രുദ്രൻ കൈ പൊക്കിയതും റോഷ്നി ചിരിച്ചുണ്ട് അകത്തേക്ക് ഓടിക്കേറി. അവരുടെ 4 പേരുടെ ചുണ്ടിലും ആ ഓട്ടം കണ്ട് ഒരു ചിരിയുണ്ടായിരുന്നു. 1-2 ദിവസങ്ങൾ കൂടെ കടന്നുപോയി. എല്ലാവരുടെയും ഒഴിവ് നോക്കി ഒരു ദിവസം നിശ്ചയം തീരുമാനിക്കാമെന്ന ചർച്ചയിൽ ഇതുവരെ ഡേറ്റ് നോക്കിയിട്ടില്ല. ഞായറാഴ്ച ദിവസം എല്ലാവരുടെയും ഒഴിവ് നോക്കി ഹരിയോടും അവൻ്റെ വീട്ടുകാരോടും ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ രാവിലെ 10 മണിക്ക് ചേരും. കുഞ്ഞി അടഞ്ഞു കിടക്കുന്ന റോഷ്നിയുടെ ഡോറിൽ തട്ടി ലച്ചു വിളിക്കുമ്പോൾ അകത്തുനിന്ന് അനക്കമൊന്നുമില്ല. ഡോർ ലോക്ക് ആക്കിയിട്ടുണ്ടാവില്ല, തുറന്നു നോക്ക്. ലച്ചുവിൻ്റെ പിന്നിൽ നിന്ന് മഞ്ജു പറയുമ്പോൾ ലച്ചു വാതിൽ തുറന്നു നോക്കി. ഇല്ല, തുറക്കാൻ പറ്റുന്നില്ല, ഡോർ ലോക്ക് ആക്കിയിട്ടുണ്ട്. തുറക്കാൻ കഴിയാത്ത ഡോറിൽ പിടിച്ചുകൊണ്ട് ലച്ചു അഞ്ജുവിനെ നോക്കി. ലോക്ക് ആക്കി കിടക്കാറില്ലല്ലോ, ഇന്നെന്താ പതിവില്ലാതെ? അഞ്ച് സംശയത്തോടെ പറയുമ്പോൾ ലച്ചു വീണ്ടും വാതിൽ തട്ടി. സമയം 9 ഈ നേരം വരെ പെണ്ണ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കുഞ്ഞി, ലച്ചു ഇത്തിരി ശബ്ദത്തിൽ ഡോറിൽ തട്ടി. മാറ്റി ഒരുങ്ങി അടിപൊളിയായി വരുമെന്ന് പറഞ്ഞ് രാത്രി പോയി കിടന്നവളാണ് ഈ നേരം വരെ ഒരനക്കമില്ലാത്തത്. കുളിക്കാവും, അല്ലെങ്കിൽ വിളി. അഞ്ചു പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അതിനു മുൻപ് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന റോഷ്നിയെ അഞ്ചും ലച്ചും വാ തുറന്നു നോക്കി. എഴുന്നേറ്റ് പടി നിൽക്കുകയാണ്. നീ കുളിച്ചില്ലേ? റെഡിയായില്ലേ? ലച്ചുവും അഞ്ചും റൂമിനുള്ളിലേക്ക് കയറിയപ്പോൾ കുഞ്ഞി ബെഡിലേക്ക് തന്നെ കമിഴ്ന്നു വീണു. അഞ്ചു അവിടെയുള്ള ചെയറിലിരുന്നു. കുഞ്ഞി, എഴുന്നേൽക്ക്, കളിക്കാൻ നിൽക്കല്ലേ, എഴുന്നേറ്റ് റെഡിയായിക്കേ, എന്നിട്ട് വലതും കഴിക്ക്, അവർക്കിപ്പോൾ വരും. ലച്ചുവും കുഞ്ഞിയുടെ മുതയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. വരുന്നവർ വന്നിട്ട് പോട്ടെ, അതിന് ഞാനെന്തിനാ ഒരുങ്ങുന്നത്? ഉറക്കച്ചടവോടെയുള്ള അവൾ ബെഡിലേക്ക് ഒന്നുകൂടെ ചുരുണ്ട് കിടന്നു. ലച്ചു അഞ്ജുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളും റോഷ്നെ നോക്കിയിരിക്കുകയാണ്. അവരൊക്കെ വരുമ്പോൾ നീ ഇവിടെ കിടക്കുന്നത് ശരിയാണോ? ഒരുങ്ങി നിൽക്കണ്ടേ? എഴുന്നേൽക്ക്, അമ്മ ഇപ്പോൾ കയറി വരും, രാവിലെ തന്നെ വഴക്ക് കേൾപ്പിക്കണോ? ലച്ചു പറയുമ്പോൾ റോഷ്നി ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഹരി വരുന്നില്ല ഏട്ടത്തി, കാരണവന്മാർ മാത്രം നിശ്ചയിപ്പിച്ച് ഉറപ്പിക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. അവൻ എന്തോ തിരക്കുണ്ടെന്ന്. ഇനിയെങ്കിലും ഈ അവൻ ഇവൻ എന്നൊക്കെയുള്ള വിളി ഒഴിവാക്കിക്കൂടെ കുഞ്ഞി? കേൾക്കുന്നവർ എന്ത് കരുതും? അഞ്ജുവിൻ്റെ പ്രായം കാണുവാന്, എന്നിട്ടാണ് ഇങ്ങനെ അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഇഷ്ടക്കേടുണ്ടാകുന്നുണ്ട്. റോഷ്നി ലച്ചുവിൽ നിന്നും കണ്ണുകൾ മാറ്റി അഞ്ജുവിനെ നോക്കി. എന്ത് കരുതിയില്ല, എനിക്കെന്താ, ഞാൻ വിളിക്കും. ഞാൻ വിളിക്കുന്ന ആൾക്ക് കുഴപ്പമില്ലല്ലോ, ഞാനത് മാത്രമേ നോക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല. റോഷ്നി പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള രീതിയിൽ അവൾ ലച്ചുവിനെ നോക്കി. എന്തിനാ ഡോർ അടച്ച് ലോക്കാക്കിയത്? അത് പതിവില്ലല്ലോ. ഷെൽഫ് തുറന്ന് റോഷ്നിക്ക് കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സ് തിരഞ്ഞുകൊണ്ട് ലച്ചു ചോദിച്ചു. ആദ്യത്തെ പോലെയാണ് ഇപ്പോൾ. രാത്രി എനിക്ക് വിളിക്കാൻ ഒരാളുണ്ട്. വാതിലൊക്കെ അടച്ചു കിടക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തുറന്നാലോ? അതെന്താ അങ്ങനെ? ആരും കാണാൻ പാടില്ലാത്ത തരത്തിലാണോ നിങ്ങളെ വിളി? റോഷ്നി പറഞ്ഞതിന് അഞ്ചു തിരിച്ചു ചോദിക്കുമ്പോൾ ലച്ചു ചിരി കടിച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല, ഒരു പ്രൈവസി വേണ്ടേ, അടച്ച് ലോക്കാക്കിയെന്ന് മാത്രം. റോഷ്നി പറയുമ്പോൾ 2 പേരും ചിരിയോടെ തല കുലുക്കി കാണിച്ചു. എഴുന്നേൽക്ക്, ഏട്ടൻ വരുന്നില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് വരും. പെണ്ണ് കാണാൻ വരാത്ത ഒത്തിരി പേരുണ്ടാകും. അവരൊന്നും എൻ്റെ നാത്തൂൻ മോശമാണ് പറയരുത്. ലച്ചു കയ്യിലുള്ള ഭംഗിയുള്ള റോസ് നിറത്തിലുള്ള അനാർക്കലി ചുരിദാർ അവളെ നേരെ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ റോഷ്നി മുഖം ചുളിച്ചു. ഏയ്, ഇതൊന്നും വേണ്ട, ഇതിട്ടാ എനിക്ക് കുത്തിത്തറയ്ക്കും. ഞാനൊരു ജീൻസും ടോപ്പ് ഇടാം. ഇത്തിരി ഭംഗിയിൽ ഒരുങ്ങിയാൽ പോരെ? അതിന് അതൊക്കെ മതി. ഇതാകുമ്പോൾ വല്ലാതെ ആർഭാടമായി പോവും. എന്തെങ്കിലും ചെയ്യ്, നിന്നെ മാറ്റിക്കാൻ വേണ്ടി കയറി വരുമ്പോൾ ഞാൻ മനസ്സിൽ കരുതിയതല്ല. എന്തെങ്കിലും ചെയ്യ്. അതും പറഞ്ഞുകൊണ്ട് അഞ്ചു ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ലച്ചു ഒന്നും മിണ്ടാതെ റോഷ്നി നോക്കി. ഹരിക്കുട്ടൻ വരില്ല എടുത്തി, പിന്നെ ആരെ കാണിക്കാനാ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത്? സങ്കടത്തോടെ ദയനീയമായി അവൾ പറയുമ്പോൾ നിർബന്ധിക്കാൻ എന്തുകൊണ്ടോ ലച്ചുവിനും തോന്നിയില്ല. എന്നാ റെഡിയായിട്ട് വായു, ഞാൻ പുറത്തുണ്ടാകും. അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിച്ചോ? അതും പറഞ്ഞിട്ട് ലച്ചു പുറത്തേക്ക് നടന്നു. റോഷ്നി വാതിലടച്ചിട്ടിരുന്ന ഷർട്ട് അഴിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. അവരൊക്കെ വന്നു തോന്നും. എടി, നേരെ ഇരിക്കും. സെറ്റിൽ കാല് ചുരുക്കിയിരിക്കുന്ന റോഷ്നിയുടെ ചുവട് ശക്തിയിലൊന്ന് അടിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു. റോഷ്നി ഷോട്ടിൽ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് സുഭദ്രയെ തുറച്ചു നോക്കി. സുഭദ്ര അതിലും വലിയൊരു തുറപ്പിക്കൽ തിരിച്ചും കൊടുത്തു. ജീൻസും പാൻറ്റും ടോപ്പും ഇട്ടത് ഒട്ടും പിടിച്ചിട്ടില്ല. അതിൻ്റെ ദേഷ്യമാണ് ഇങ്ങനെ തീർക്കുന്നത്. TV ഓഫ് ചെയ്യ് കുഞ്ഞേ. മുത്തശ്ശി പറയുമ്പോൾ റോഷ്നി കയ്യിലുള്ള റിമോട്ട് കൊണ്ട് TV ഓഫ് ചെയ്തിട്ട് റിമോട്ട് സെറ്റിയിലേക്ക് ഇട്ടുകൊണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും ഓരോരുത്തരായി പുറത്തേക്ക് പോയി വന്നവരെ ക്ഷണിക്കാൻ. വല്യച്ഛൻ്റെ കാറിൽ പിന്നിലായി ഹരിയുടെ കാർ വന്നതും ലച്ചു സംശയത്തോടെ സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി.
ഡ്രൈവിംഗ് സീറ്റ് തുറന്ന ഹരി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും ലച്ചു ദയനീയമായി അവനെന്ന് നോക്കി. എന്തിനാണ് ഇങ്ങനെ സ്വയം കുഴി തോണ്ടുന്നത് എന്നൊരു നോട്ടമാണ് അവളുടെ നോട്ടത്തിന്റെ അർത്ഥം. സർപ്രൈസ്. ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചു തലയിൽ നാട്ടി. ശരിക്കും സർപ്രൈസ് ആയിക്കോളും. ഹരി വരില്ലെന്ന് പറഞ്ഞിട്ട്. ഹരിയെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. മുത്തശ്ശൻ അവനെ നോക്കി ചോദിക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആ ചോദ്യം തന്നെയായിരുന്നു. ഈ അളിയൻ വിളിച്ചിട്ട് ഒരു സൗകര്യം തരണ്ടേ? എൻ്റെ നിശ്ചയത്തിന് ഡേറ്റ് നോക്കുമ്പോൾ ഞാനും വേണമെന്ന് അളിയന് ഒരേ നിർബന്ധം. റയാൻഷിനെ നോക്കി ഹരി പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടിയില്ല. പാവം, അവനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ഹരി പറഞ്ഞതിനെ സമ്മതിച്ചുകൊണ്ട് തല കുലുക്കി കാണിച്ചു. ഹരി ചീറ്റയുടെ അകത്തേക്ക് കയറി. റോഷ്നി ഇങ്ങനെ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുന്നത് അവൻ മനസ്സിൽ കണ്ടു. അത് മനസ്സിൽ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ അകത്തേക്ക് നടന്നു. ഹാളിൽ ടേബിൾ ചാരി നിൽക്കുന്ന റോഷ്നിയുടെ കണ്ണുകൾ ഹരിയിലെത്തി നിന്നു. അവളുടെ കണ്ണുകൾ മിഴിയുന്നതിന് പകരം ചുരുങ്ങുകയാണ് ചെയ്തത്. മുഖം വിടുന്നതിന് പകരം കുത്തി വീർക്കുകയാണ് ചെയ്തത്. ഹരിയുടെ ചുണ്ടിലെ ചിരി പതിയെ മാറി ഒരൊറ്റ മുഖം തിരിക്കാൻ അതോടെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. കുഞ്ഞി, റോഷ്നി എന്നൊക്കെ താഴെ നിന്ന് ആരൊക്കെ വിളിക്കുന്നുണ്ട്. അവൾ അന്ന് നോക്കുന്നില്ല, നേരെ മുകളിലേക്ക് നടന്നു. ഇപ്പോൾ സർപ്രൈസ് ആയില്ലേ? ഹരിയെ നോക്കി ലച്ചു ചോദിച്ചതും ഹരി തല കുലുക്കി കാണിച്ചു. സർപ്രൈസ് കൊടുക്കാൻ പറ്റുമൊന്നല്ല, നിന്റെ ഭാവി വധു. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറണം, അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് ഡിവോഴ്സ് പേപ്പർ കയ്യിലിരിക്കും. റയാൻഷ് ഹരിയുടെ തോൾ തട്ടിക്കൊണ്ട് പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ തല കുലുക്കി കാണിച്ചു. എല്ലാവരും ഇരിക്കെ. കുഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പോയതാകും. ഹരി വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാനൊന്നും നിന്നില്ല. ഇതിപ്പോൾ അവനെ കണ്ടപ്പോൾ ഒരുങ്ങാൻ വേണ്ടി പോയതാവും. അതിനല്ല പോയതെന്ന് അറിയാമെങ്കിലും സുഭദ്ര ഒരു ചിരിയോടെ പറഞ്ഞു. എല്ലാവരും സെറ്റിലേക്കിരുന്നു. ഹരി മാത്രം ഇരുന്നില്ല. ഒന്ന് മുകളിൽ പോയി നോക്കണമെന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും അടുത്തുനിന്ന് പോകാൻ പറ്റണ്ടേ? കുറച്ചധികം സമയം എടുത്തിട്ടും റോഷ്നി താഴേക്കിറങ്ങി വന്നില്ല. കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കണോ? രുദ്രനും റയാൻഷിനും നടുവിലിരിക്കുന്ന ഹരി മുകളിലേക്ക് നോക്കി ടെൻഷനോടെ ചോദിച്ചു. വിളിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല, പിണങ്ങിയാൽ ഇണങ്ങാൻ നല്ല പണിയാണ്. നിന്നോടാരാ ഇതുപോലെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞത്? രുദ്രൻ പറയുമ്പോൾ ഹരി അവനിന്ന് നോക്കി. പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? ആ സന്തോഷത്തിന് വേണ്ടി ചെയ്താണ്. ഇതുപോലെ കയ്യിൽ നിന്ന് പോകുമെന്ന് കരുതിയില്ല. വേണമെങ്കിൽ പോയി സംസാരിച്ചിട്ട് വായോ, ആരും ഒന്നും പറയില്ല. റയാൻഷ് പറഞ്ഞ ഉടനെ തന്നെ ഹരി സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. ശേഷം മാറിയും നോക്കാതെ മുകളിലേക്ക് നടന്നു. കുഞ്ഞെ കാണുന്നില്ലല്ലോ, പറയാതെ വന്ന പിണക്കത്തിലാകും. അവൻ പോയി കൂട്ടിയിട്ട് വരട്ടെ. റയാൻഷ് പറയുമ്പോൾ ഹരിയോട് എന്തോ ചോദിക്കാമെന്ന വല്യച്ഛൻ മിണ്ടാതിരുന്നു. ഹരി വേഗത്തിൽ മുകളിലേക്ക് നടന്നു. അവൻ ഡോറിൽ തുറന്ന് അകത്തേക്ക് കയറി. അവൻ്റെ വരവ് പ്രതീക്ഷിച്ചതുപോലെ റോഷ്നി ഡോർ ലോക്ക് ചെയ്തേ ചേറിൽ ചാരിയിരിക്കുന്നുണ്ട്. എന്തും നേരിടാനുള്ള ശക്തിയോടെ വാതിലടച്ചുകൊണ്ട് ഹരി മുന്നോട്ട് നടന്നു. ഹരി അകത്തേക്ക് കയറിയെന്ന് കാണുന്നതും റോഷ്നി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അവൻ്റെ നേരെ നടന്നു. അവൻ്റെ മുന്നിൽ നിന്ന് വന്ന് കൈ എത്തിച്ച് ഡോർ ലോക്ക് ചെയ്ത് ശേഷം അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഒരു മുഖം വീർപ്പിക്കണം, പിന്നാലും നടക്കലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോന്ന് പ്ലാൻ ചെയ്ത് വന്നിരുന്നവൻ ആ പ്രവൃത്തിയിൽ ശരിക്കും ഞെട്ടി. ഇപ്പോൾ ആരാ സർപ്രൈസ് ആയത്? അവനിരുന്ന് മലർന്ന് മാറുമ്പോൾ തുറന്നു കിടന്ന ഷട്ടിനിടയിലൂടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് റോഷ്നി ചോദിച്ചു. ഹരി ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. അതുപോലെയായിരുന്നല്ലോ അവളുടെ മുഖം തിരിച്ചും കയറിപ്പോക്കലും. ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഹരി എൻ്റെ പിന്നാലെ വരില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരുത്താൻ വേണ്ടിയാണ് ഞാൻ പിണങ്ങിപ്പോന്നത്. അവൻ്റെ രണ്ട് കൈകൾക്കിടയിലൂടെ അവളുടെ കൈകൾ ഇട്ടുകൊണ്ട് അവൻ്റെ പുറത്തെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയാണ് പറയുന്നത്. ഹരി ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കണമല്ലോ എന്ന് കരുതി നമ്മളെ മാറ്റി നിർത്തി. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് നേരത്തെ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ഐഡിയ ഇട്ടത്. റോഷ്നി പറയുമ്പോൾ ഹരി അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ വരുമെന്ന് നേരത്തെ അറിയോ? അവനെ ചുറ്റിപ്പിടിച്ചതുപോലെ തിരിച്ചും അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. റോഷ്നി ആ ചോദ്യത്തിന് തല കുലുക്കി കാണിച്ചു. ഈ ഹരിക്കോട്ടനിപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണില്ലാതെ പറ്റില്ലായിട്ടുണ്ട് ഇല്ലേ? ശബ്ദം ഇത്തിരി പതപ്പിച്ചുകൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരിയുടെ ചുണ്ടിലൊരു ചെറു ചിരി വിരിഞ്ഞു. വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പിന്നെ ഒരുങ്ങി നിൽക്കാനൊന്നും വയ്യ, അതുകൊണ്ട് ചുമ്മാ അത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. പിന്നെ ഒരുങ്ങി നിൽക്കണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ ഒരുങ്ങി നിൽക്കുക? പെണ്ണ് കാണൽ, നിശ്ചയം, കല്യാണം, ഇതിനൊക്കെയല്ലേ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത്? അവളെ നെറ്റിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്ന ദിവസം ഇതൊന്നുമല്ല. പിന്നെ അത് ചോദിക്കുമ്പോൾ അവൻ്റെ വിരൽ റോഷ്നിയുടെ കീഴ്ചുണ്ടിൽ തഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്ന ദിവസം നമ്മുടെ ആദ്യരാത്രിയുടെ അന്നാകും, അന്നത്തെ ദിവസമാകും. ഐ മീൻ ആ സമയത്താകും ഞാൻ ഏറ്റവും കൂടുതൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. റോഷ്നി പറയുമ്പോൾ അവളെ കീഴ്ചുണ്ടിലിരുന്ന വിരൽ അവൻ വേഗം പിന്നിലേക്ക് വലിച്ചു. ഈ ടോപ്പും പാൻറ്റും മാറ്റി നല്ലൊരു ചുരിദാറ്റുണ്ട്, നല്ല സുന്ദരി കുട്ടി താഴേക്ക് വന്നേ. പെണ്ണ് കാണാൻ വരുമ്പോൾ വരാത്ത കുറേ പേരുന്നുണ്ട്. അവർക്ക് എൻ്റെ പെണ്ണിനെ കണ്ടാൽ ഞെട്ടണം.
അവൾ പറഞ്ഞത് കേൾക്കാത്ത പോലെ അവൻ കാര്യം പറഞ്ഞു. അതിൽ പിടിച്ചു വലതും പറയാൻ തുടങ്ങിയാൽ ആദ്യ രാത്രി ഇപ്പോൾ ഇവിടെ നടത്തും. ഹരിയുടെ വാക്കുകൾ കേട്ട് റോഷ്നിയുടെ മുഖം ചുളിഞ്ഞു. അത്രയ്ക്കൊക്കെ വേണോ എന്ന പോലെ ഒരു നോട്ടം. എന്നാ നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഒരുങ്ങിയിട്ട് 2 പേർക്ക് ഒരുമിച്ച് പോവാം. റോഷ്നി പറയുമ്പോൾ ഹരി അത് സമ്മതിച്ചിട്ട് ബെഡിലേക്ക് ഇരുന്നു. ലച്ചു രാവിലെ എടുത്തു കൊടുത്ത ചുരിദാർ ഷെൽഫിൽ നിന്നും എടുത്തു. ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റിയിട്ട് വാ. കയ്യിലുള്ള ചുരിദാർ അവിടെ ഇട്ടിരുന്ന ടോപ്പ് അഴിക്കാൻ നോക്കുമ്പോൾ ഹരി കടുപ്പിച്ച് പറഞ്ഞു. പ്രലോഭിപ്പിക്കലാണ് അവളുടെ മെയിൻ പണി. റോഷ്നി ഹരിയെ നോക്കാതെ ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റിയിട്ട് വന്നു. മുടി ഒതുക്കി കെട്ടിവെച്ചു. കണ്ണെഴുതി പൊട്ടു തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി. നന്നായിട്ടില്ലേ? ഹരിയുടെ മുന്നിൽ വന്ന് നിന്ന് ചോദിക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തല കുലുക്കി കാണിച്ചു. 2 പേരും ഒരു ചിരിയോടെ തോളിൽ കൈയിട്ടുകൊണ്ട് താഴേക്ക് നടന്നു. ഹാളിലിരിക്കുന്ന എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവർ തന്നെ നോക്കിയിരുന്നു. ഹരിയുടെ വലത്തെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ടാണ് റോഷ്നി ഇറങ്ങി വരുന്നത്. 2 പിഴച്ചുണ്ടിലും ഒരു ചിരിയുണ്ട്. അപ്പോൾ പിണങ്ങിപ്പോയതല്ല, ഹരി ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒരുങ്ങാൻ പോയതാണല്ലേ. അവരെ നോക്കി നിൽക്കുന്നവരിൽ ആരും ഉറക്ക പറഞ്ഞതും എല്ലാവരും കൂടെ ഉറക്ക ചിരിച്ചു. ആ ചിരി പിടിക്കാത്ത പോലെ റോഷ്നി ഹരിയുടെ കയ്യിൽ പിടിവിട്ടു. എന്നാൽ അവരതിന് സമ്മതിക്കാതെ അവളുടെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. 2 പേരും ഇരിക്കും, ഞങ്ങൾ തീരുമാനിച്ച ഡേറ്റ് പറയാം. ഹരിയെ നോക്കി മുത്തശ്ശൻ പറയുമ്പോൾ ഹരി റോഷ്നിയുടെ കൈ പിടിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. അടുത്ത മാസം 20-ന് നല്ല ദിവസമാണ്. അന്ന് നിശ്ചയം നടത്താമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് 2 പേരുടെയും അഭിപ്രായം? മുത്തശ്ശൻ ചോദിക്കുമ്പോൾ റോഷ്നി ദിവസം എണ്ണി. അങ്ങനെ പറയുമ്പോൾ ഇനി 1 മാസത്തിലധികമുണ്ട്. അവളെന്തോ പറയാൻ വാ തുറന്നതും ഹരി അവളുടെ കയ്യിൽ അമർത്തി. മതി, ആ ഡേറ്റ് തന്നെ തീരുമാനിക്കാം. അതാണ് നല്ലത്. ബാക്കിയൊക്കെ 1 വർഷം കഴിഞ്ഞിട്ട് നോക്കാം. ഹരി പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ റോഷ്നി സെറ്റിലേക്ക് ചാരിയിരുന്നു. ഹരിയും റോഷ്നിയും ഒപ്പം നിന്ന് ഒരു ഫോട്ടോയ്ക്ക് എടുത്ത ശേഷം എല്ലാവരും കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് അവരൊക്കെ പോവാനിറങ്ങി. ഒഴിവ് പോലെ ഒരു ദിവസം നോക്കി നീ വിളിക്ക്, അന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാം. കാറിൽ കയറാൻ നേരം ഹരിയെ നോക്കി റേൻഷ് പറയുമ്പോൾ ഹരി സമ്മതിച്ചുകൊണ്ട് തല കുലുക്കി. പോട്ടെ. രുത്തിട്ടക്കയിൽ തൂങ്ങി നിൽക്കുന്ന റോഷ്നി നോക്കി ഹരി ചോദിച്ചു. അവളത്തിന് ചീരോടെ തല കുലുക്കി. ഹരി പിന്നെ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വരണോ എന്ന് ചോദിക്കേണ്ട, ഒഴിവുണ്ടാകുമ്പോൾ ഞങ്ങൾ വന്നോളാം. അവൻ്റെ അടുത്ത ചോദ്യം എന്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് റേൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി അതിന് തല കുലുക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. ആ കാറുകൾ മുറ്റത്തു നിന്നും പോയതും എല്ലാവരും അകത്തേക്ക് കയറി.